ഒരു ട്രാവൽ പ്ലസ് ഫുഡ് വ്ലോഗാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ആദ്യം ഏതോ വീഡിയോസിലൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചാണ് പോകുന്നത്. പക്ഷെ പോയി ഒരു സർപ്രൈസിലേക്കാണ് ഞാൻ എത്തിയത്. ആക്ച്വലി ലൊക്കേഷൻ വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു, മാപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാണ്. അപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എവിടേക്കാണ് പോയതെന്ന് വഴിയേ ഞാൻ കാണിച്ചു തരാം. ഗവൺമെൻറ് ഹൈസ്കൂൾ പ്ലാവൂർ ആമച്ചൻ. സത്യം പറഞ്ഞാൽ ആ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ കണ്ട് ഞാൻ ആകെപ്പാടെ വണ്ടടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇത് കുറേ ട്രാവലായി കേട്ടോ. അങ്ങനെ ഞാൻ തളർന്ന ഒരു ജ്യൂസ് കുടിക്കുവാണ്. വീട്ടിലെടുത്ത സമയമല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞ് വണ്ടിയിലിരിക്കുവാണ്. അങ്ങനെ തളർന്നിട്ടൊരു ജ്യൂസ് വാങ്ങി കുടിക്കുവാണ്. ആക്ച്വലി എനിക്ക് മാത്രമാണ് ഈ ഡിസ്റ്റൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നത്. അവർക്ക് പിന്നെ അറിയാമായിരിക്കുമല്ലോ, ഇത്രയും ദൂരം എന്ന് പറയുമ്പോൾ, ഇത്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കിലോമീറ്റർ ഒന്നും നോക്കിയില്ല, എനിക്ക് അറിയുമില്ല. മാപ്പ് നോക്കുന്നുണ്ട്, വഴിയൊക്കെ നോക്കുന്നുണ്ട്. അവസാനം പോയി എത്തുന്നില്ല, സ്ഥലം എത്തുന്നില്ല. അപ്പോഴാണ് നമ്മൾ രാവിലെ ഞാൻ സാധാരണ വീക്കെൻഡിൽ ഇറങ്ങുന്ന പോലെ നോർമലായിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. നമ്മൾ അടുത്ത ട്രിവാൻഡ്രത്ത് ചുറ്റട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാണ് ഫുഡ് കഴിക്കാറ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാറ്. പക്ഷേ ഇത് ഒരുപാട് ഡിസ്റ്റൻസായി, ഒരു മണിക്കൂറിലേറെ ആയിട്ട് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ 2 വീലറിൽ ഇത്രയും സമയമൊക്കെ യാത്ര ചെയ്താൽ എനിക്ക് ഭയങ്കര ടയർഡ്നെസ്സും ബാക്ക് പെയിനൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് ഇത്തവണ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തില്ല. എൻ്റെ ഹാപ്പിനെസ് എത്രത്തോളമാണെന്നത് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും നല്ല കാഴ്ചകളായിരുന്നു ചുറ്റിനും. ഒരു തിരക്കില്ല, ചുറ്റിനും മരങ്ങളും മലകളും പുഴകളൊക്കെ മാത്രമുള്ള വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. എല്ലാവരും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്നതായിരിക്കും. പക്ഷേ ഞാൻ കുറച്ചധികം നാളുകളായിട്ട് ഇങ്ങനെ ദൂരയാത്ര ഒന്നും പോകാതിരിക്കുന്നതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. അതുമല്ല, തിരക്കുള്ള റോഡിലായിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ പോവുക. ഒരുപാട് പൊടിയും ഇങ്ങനെ വണ്ടികളും എല്ലാം ഭയങ്കര ഇത് ഭയങ്കര കണ്ടില്ലേ, ആ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് ഇതിൽ കൂടെ പോകാൻ. ഇവിടെ നമുക്ക് എവിടെ ടയർഡ്നെസ് ഫീൽ ചെയ്യാനാണ്, ഒരു മടുപ്പില്ലാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് ബാക്ക് പെയിൻ പോലും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഓരോ പോകുന്ന സ്ഥലവും നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടുള്ള ബോർഡൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോയ വഴി എന്ന് പറഞ്ഞാൽ കാട്ടാക്കട, വെള്ളറട, ആ റൂട്ടൊക്കെ വഴി നെട്ട, അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വഴികളിലൂടെയുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യൂ പോയിന്റിൽ അവിടെ ഡാമും കാര്യങ്ങളൊക്കെയാണ്, വാട്ടർഫോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെ തന്നെ ഈ അക്ഷയപാത്രം തൊട്ട് ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഡാം ഫിഷൊക്കെയാണ് സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഫുഡ് വ്ലോഗ് കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു അക്ഷയപാത്രം റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മിക്കവാറും പോകുന്നവർക്കൊക്കെ ഒരുപാട് ലോങ് ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ലോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്ഥലത്തു നിന്നൊരു 43-44 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന പോലെയല്ലോ, നമുക്കങ്ങനെ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് പോകുമ്പോൾ കുറച്ച് ടൈം അധികം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞ 1 മണിക്കൂറേറെ ആയിന്ന്. കാര്യം നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി ഇതുപോലെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്
പോകുന്നത്. നല്ലൊരു നാട്ടിൻപുറത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണും കേട്ടോ. ഇഷ്ടംപോലെ അടിപൊളി സ്കൂളുകളൊക്കെ കണ്ടു ഞാൻ. ഒരുപാട് നല്ല ചർച്ചുകൾ കണ്ടു, അമ്പലങ്ങൾ കണ്ടു. സുബിച്ച ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ വന്നപ്പോൾ ആ പഴയ 90s ടച്ചൊന്നും ഇവിടെ വിട്ടിട്ടില്ല. കണ്ടില്ല, നല്ലൊരു ഗൾഫ് കൺട്രിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ കണ്ടത്. ഇത്ര നല്ല പൊരി വെയിലായിരുന്നു. ഇപ്പോഴത്തെ കാർമേഘമൊക്കെ ഇരുണ്ട് കൂടി മഴ പെയ്യാനുള്ള എല്ലാ ചാൻസസും വന്നു. അങ്ങനെ മഴ ഇച്ചിരി ഒന്ന് പെയ്തു തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് ഒരു പണി തന്നു. നമുക്ക് ഒരു 2 കിലോമീറ്റർ വഴി തെറ്റി നമ്മൾ വേറെ റൂട്ട് കുറച്ച് പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുകയോ മാപ്പ് നോക്കുകയോ കൂടെ ചെയ്യുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു മെയിൻ റോഡ് വഴിയല്ല, ഒരു സബ് റോഡ് വഴിയാണ് കയറിയത്. മെയിൻ റോഡിൽ എത്തുന്ന വരെ ഒരു ടെൻഷനായിരുന്നു, കറക്റ്റ് റൂട്ടാണോ എന്ന്. പിന്നെ ഒരു ഭയങ്കര പൊടി നിറഞ്ഞൊരു വഴിയായിരുന്നു കേട്ടോ. അങ്ങനെ മെയിൻ റോഡിൽ നമ്മൾ കയറി. അപ്പോൾ ആ സബ് റോഡിൽ കൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ചുറ്റും പറയുന്നുണ്ടായിരുന്നു ഇതല്ല റൂട്ട്. കാര്യം നേരത്തെ ആൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതല്ലായിരുന്നു ഞാൻ വന്ന വഴി, കറക്റ്റ് നല്ലൊരു ഹൈവേ റോഡ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മെയിൻ റോഡിൽ എത്തിയത്. അപ്പോൾ മനസ്സിലായി ഓക്കെ ഇത് കറക്റ്റ് റൂട്ട് തന്നെയാണെന്ന്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞില്ല കുറച്ച് മഴ പെയ്യുമെന്ന്, അത് ശരിക്കും പറ്റിച്ചതാണ്. ഒരു ഇച്ചിരി മഴ തുടങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങി നിന്നായിരുന്നു, പക്ഷെ അപ്പം തന്നെ മഴ നിന്നു. പിന്നെയും വെയിൽ, പിന്നെയും മഴ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചോദിച്ചാലും ആൾ അക്ഷയപാത്രത്തിനെ പറ്റി മാത്രമാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുമായിരുന്നു ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മനസ്സിലുള്ളൂ എന്ന്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം അക്ഷയപാത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സ്പോട്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ സർപ്രൈസുകൾ വരുന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം എത്തി. അപ്പം 12:30-ക്കാണ് ഓപ്പൺ ആവുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 12:15 ഒരുപാട് ആൾക്കാർ വരും. ഇപ്പോൾ അവിടെ ഒരു കപ്പിളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അകത്ത് കയറി. ഇതാണ് അവിടുത്തെ മെയിൻ ക്യാരക്ടർ. അവിടെ ഈ ഒരു അമ്മൂമ്മയാണ് ഇവിടുത്തെ ഓണർ. ആൾ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരെയും വഴക്ക് പറയുകയാണ്, ഒരു വാത്സല്യത്തോടെയുള്ള വഴക്കാണ്. ഞങ്ങൾ പേടിച്ചാണ് ഇരുന്നത്. കാര്യം അമ്മൂമ്മ പറയുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, ആൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കലി ആണ് ഇരുത്തുന്നത് നമ്മൾ. അതായത് അവിടെ ഇവിടെ പോയിരിക്കാണ്ട് തുടക്കം മുതൽ അങ്ങ് ഇരുന്ന് ഫില്ല് ചെയ്ത് പോകാമെന്നുള്ള ഒരിതാണ്. പക്ഷെ ആർക്കും ദേഷ്യമൊന്നും വരുന്നില്ല. കാര്യം നല്ല ഒരു വയസ്സായ അമ്മൂമ്മയാണ്. അമ്മൂമ്മ മക്കളെ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് നമ്മളെ വഴക്ക് പറയുന്നുണ്ട്, അവിടെ പോരുത്, ഇവിടെ തന്നെ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫുഡാണ്. നല്ല ചോറും സാമ്പാറും കപ്പേൻ്റെ ഇത് കണ്ടോ, ഡാം ഫിഷാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ചോറിൻ്റെ കൂടെ തന്നെ തരുന്നതാണ് ഈ ഒരു ചിക്കൻ കറി. ഫിഷൊക്കെയാണ് എക്സ്ട്രാ. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഫിഷാണ്. എല്ലാം പുഴമീനൊക്കെയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ പുഴമീനും ഇതൊന്നും കഴിക്കാറില്ല. ഇപ്പം സുബിച്ചൻ പറഞ്ഞു അത് എനിക്കൊരു പ്രത്യേകം വേറെ ടേസ്റ്റൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ടേസ്റ്റൊന്നുമില്ല. പിന്നെ ചിക്കൻ കറി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഞാൻ നാടൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കൊന്നും മനസ്സിലായില്ല ടേസ്റ്റ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ചിക്കൻ കറി ഞാൻ കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കപ്പയും ആ കാന്താരി മുളക് ചമ്മന്തിയാണ്. ഇങ്ങനെയാണ് ചോറ് വിളമ്പുന്നത്. അമ്മൂമ്മ അപ്പുറത്ത് നിന്നിട്ട് ഇട്ടതാണ് ഇങ്ങനെ തെറിച്ചൊക്കെ കിടക്കുന്നത്. പക്ഷെ ഒന്നും പുറത്തൊക്കെ പോവില്ല. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അച്ചാറുണ്ട്, തോരനുണ്ട്, കപ്പയുണ്ട്, സലാഡ് തരും, തോരൻ, സാമ്പാർ, പിന്നെ പുളിശ്ശേരി, ഫിഷ് കറിയൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസ് കൂടെ വാങ്ങി. അപ്പം ടേസ്റ്റ് ഒരു രക്ഷയുള്ളത്. എന്നെക്കൊണ്ട് ഇത്രയും ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. അപ്പോൾ റേറ്റ് നമുക്കായത് ഇത്രയാണ്. അപ്പോൾ ജേർണി കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ. I'm an ocean of love and you're scared of water.